وإلى ربك فارغب. വിശ്വാസികളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഖ്യങ്ങളായി മുക്തമികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരു മാസക്കാലത്തെ പുണ്യമാക്കപ്പെട്ട വിശുദ്ധ റമദാനിലെ സൽക്കർമ്മങ്ങൾ വേണ്ടുവോളം ചെയ്ത് ഒരു നല്ല മുഅ്മിനായി, ഒരു നല്ല മനുഷ്യനായി, നല്ല മുത്തഖിയായി അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലണമെന്ന ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞൊരു മാസം കാലം അധ്വാനിച്ചവരാണ് നമ്മളെല്ലാവരും. ജീവിതത്തിൽ എന്ത് തിരക്കുകൾ ഉണ്ടായിട്ടും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കൂടുതൽ സമയവും ആരാധനകൾക്ക് വേണ്ടി മാറി നിന്നവരാണ് നമ്മളെല്ലാവരും. റമദാൻ മാസം കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിച്ച നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തേണ്ട, ഇനി മുതൽ കൊണ്ട് നടക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതാണ് വിശുദ്ധ റമദാനിലെ ഒരു മാസക്കാലം നമ്മൾ നേടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്തതും അത് തന്നെയാണ്. താബിഈങ്ങളിൽ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പലപ്പോഴും പല സന്ദർഭത്തിൽ നമ്മൾ പറയാറുണ്ട്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഇപ്രകാരം തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതായി കാണാൻ കഴിയും. ലാ തകൂനു റമദാനിയീൻ വലാകിൻ കൂനു റബ്ബാനിയീൻ. അതൊരു പ്രസിദ്ധമായ വാചകമാണ്. വിശുദ്ധ റമദാനിൽ ഒരു മാസക്കാലം അമലുകൾ ചെയ്ത ആളുകളോട് പ്രത്യേകം അദ്ദേഹത്തിന്റെ ഉപദേശമാണ്. ഈ ഉപദേശം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ട ഉപദേശമാണ്. ഒരു മാസക്കാലത്തെ അമലുകൾ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, ലാ തകൂനു റമദാനിയീൻ, നിങ്ങൾ റമദാനിന്റെ ആളുകൾ ആവരുത്, റമദാനിന്റെ അടിമകളാവരുത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വലാകിൻ കൂനു റബ്ബാനിയീൻ, മറിച്ച് നിങ്ങളാവേണ്ടത് നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിന്റെ അടിമകളാവണം, നിങ്ങൾ റബ്ബിന്റെ ആളുകളായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലം മാത്രം അമലുകൾ ചെയ്ത്, ഒരു മാസക്കാലം മാത്രം സൽക്രമങ്ങൾ ചെയ്ത് ആ ഒരു മാസം അവസാനിക്കുമ്പോൾ ആ കർമ്മങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നവരായി നമ്മൾ മാറരുത്. അവരെ കുറിച്ചാണ് റമദാനി എന്ന് പറയുന്നത്. റമദാൻ സ്പെഷ്യൽ എന്ന് പറയുന്നത്. റമദാൻ സ്പെഷ്യൽ. റമദാൻ വന്നു, അവരും വന്നു, റമദാൻ പോയി, അവർ അവസാനിച്ചു. അങ്ങനെ നിങ്ങൾ ആവരുത് എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹുവിന്റെ സുഹൃത്തുക്കളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ റബ്ബിന്റെ ആളുകളാവണം. അവർക്ക് വിശ്രമമില്ല, അവർക്ക് ഇബാദത്തിൽ റെസ്റ്റില്ല. അവരുടെ അമലുകൾ, അമല സ്വാലിഹാത്തുകൾ അവർ മരണം വരെ തുടർത്തുന്നവരാണ്. ഖുർആൻ പറഞ്ഞല്ലോ, യഖീൻ വരുന്നത് വരെ നീ ഇബാദത്തിൽ മുഴുകുക എന്നാണ്. എന്താണ് യഖീൻ? മരണം നിന്നെ തേടിയെത്തുന്ന ഒരു സമയം. ആ സമയം വരെ നീ ഇബാദത്തിൽ മുഴുകണം എന്നാണ് ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത അമലുകൾ അവസാനിപ്പിക്കാതെ ആ അമലുകൾ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ അത്രയൊന്നുമില്ലെങ്കിലും അതിന്റെ പകുതിയെങ്കിലും പുലർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ആവണം. അത് ചെയ്യുന്നതിൽ അതിന്റെ കുറച്ചെങ്കിലും അത് തുടർത്തിക്കൊണ്ടു പോകാൻ ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് കഴിയണം. നമുക്ക് ഇബാദത്തിലെ റെസ്റ്റില്ല. നമ്മൾ മനസ്സിലാക്കില്ല, ഇബാദത്തിൽ വിശ്രമമില്ല. പറഞ്ഞതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ഒരു ഇബാദത്ത് കഴിഞ്ഞാൽ അടുത്ത ഇബാദത്തിലേക്ക് പ്രവേശിക്കണം. ളുഹ്ർ കഴിഞ്ഞ അസ്ർ കഴിഞ്ഞ മഗ്രിബ്, റമദാൻ കഴിഞ്ഞ ശവ്വാൽ, അതിലൊക്കെ ഇബാദത്തുകളുണ്ട്. റമദാനിൽ നോമ്പുണ്ട്, ശവ്വാലിൽ നോമ്പുണ്ട്, ഇനി ഒരുപാട് നോമ്പുകളുണ്ട്, നമസ്കാരങ്ങളുണ്ട്. ഒരു മാസക്കാലം പള്ളിയിൽ വന്നുകൊണ്ട് തറാവീഹ് നമസ്കരിച്ചവരാണ് നമ്മൾ. 11 റക്അത്ത് നമ്മൾ തറാവീഹ് നമസ്കരിച്ചു. ശവ്വാലിന്റെ ചന്ദ്രപ്പിറ കണ്ടു എന്ന് അറിഞ്ഞല്ലോ നമ്മൾ അറിഞ്ഞു. പെരുന്നാൾ ആഘോഷിച്ചു, ഈദ്ഗാഹിൽ പങ്കെടുത്തു.
നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഈ ശവ്വാൽ മാസത്തിൽ രാത്രി നമസ്കാരം നിർവഹിച്ചു? പരിശോധിക്കും നിങ്ങൾ. നമ്മൾ റബ്ബിന്റെ ആളുകളാണോ റമദാൻ ആളുകളാണോ? ശവ്വാലിൽ ഈദ്ഗാഹ് നമസ്കാരം നിർവഹിച്ച് ശവ്വാൽ 1 മുതൽ ഇന്നിപ്പോ ഏകദേശം നമ്മൾ വെള്ളിയാഴ്ച ഒരാഴ്ച പിന്നിട്ടല്ലോ, ഒരാഴ്ച പിന്നിട്ടു. എത്ര ആളുകൾ തറാവീഹ് നമസ്കാരം അവസാനിപ്പിച്ചു? രാത്രി നമസ്കാരം നിർവഹിക്കാത്ത എത്ര ആളുകളുണ്ട്? അപ്പൊ നമ്മൾ നമ്മളേക്ക് പരിശോധിക്കണം. നമ്മളെ കുറിച്ച് ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സ്വഹാബികൾ ഒരാളെ വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകമുണ്ട്, യാ അബ്ദല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാൻ മിസ്ല ഫുലാൻ, നീ ഇന്ന വ്യക്തിയെ പോലെ ആവരുത്. പ്രത്യേക ഉപദേശമാണ്, നീ ഇന്ന ആളെ പോലെ ആവരുത്. എന്താ അവന്റെ പ്രത്യേകത അറിയോ? അയാള് രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു, തുമ്പത്തിറക്കാം, പിന്നെ അത് ഒഴിവാക്കി. രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ട്, പിന്നെ അത് ഒഴിവാക്കി. അങ്ങനെ ആവാൻ പാടില്ല. 11 റക്അത്ത് നമസ്കരിച്ച നമസ്കാരക്കാരന് ഒരു 3 റക്അത്ത് രാത്രി നമസ്കാരം റമദാൻ കഴിഞ്ഞാൽ നിർവഹിക്കാം. അത് മുഅ്മിനിന്റെ അടയാളമാണ്. രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അതൊരു മുഅ്മിന്റെ ഐഡന്റിറ്റിയാണ്. തറാവീഹ് നമസ്കാരം കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ പാടില്ല. ഒരു 3 റക്അത്തെങ്കിലും അമൽ തുടർന്നവരായി നമ്മൾ മാറണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബ്ദുള്ള എത്ര നല്ല മനുഷ്യരാകുമായിരുന്നു. രാത്രിയിൽ അദ്ദേഹം നമസ്കരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രിയിൽ കൂടി അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നെങ്കിൽ എത്ര നല്ല മനുഷ്യരാകുമായിരുന്നു. അപ്പൊ ആ നമസ്കാരത്തിന്റെ പ്രത്യേകത എത്രയാണ്? അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തുടർത്തിക്കൊണ്ടുവന്ന അമലുകൾ കുറച്ചെങ്കിലും നമ്മൾ തുടർത്താൻ, അത് നിർവഹിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അത് അവസാനിപ്പിക്കാൻ പാടില്ല. അമൽ സ്വാലിഹാത്തുകൾ അങ്ങനെയാണ്, സ്ഥിരമാകണം. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറഞ്ഞല്ലോ, ഖൈറുൽ അഅമാലി അദ്വമുഹാ വഇൻഖല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. സ്ഥിരം ചെയ്യുക, എന്തെങ്കിലും ചെയ്യണം, സ്ഥിരമായിട്ടില്ല. അത് കുറച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കറിയോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, അവരുടെ സഹോദരനാണ് അൻബസ റളിയല്ലാഹു തആല അൻഹു. അൻബസ റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് മരിക്കാൻ കാരണമായ രോഗത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അംർ ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. അൻബസ മരിക്കുകയാണ്. ആ സമയത്ത് ശിഷ്യൻ സന്ദർശിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ സമയത്ത് അൻബസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് വായ കൊണ്ട് ചില വാക്കുകൾ പറയുന്നതിന്റെ ശിഷ്യനോടാണ്, പക്ഷെ അത് വ്യക്തമാകുന്നില്ല. അപ്പൊ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണവേദന ഉണ്ടാകും, പ്രയാസമാകും. ആ സമയത്ത് പറയുന്ന വാക്ക് വ്യക്തമായിട്ട് മനസ്സിലാകില്ല. മരിക്കാൻ കാരണമാകുന്ന രോഗമാകുമ്പോൾ പറയുന്ന വാക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി തന്റെ ശിഷ്യൻ അദ്ദേഹത്തിന്റെ ചെവി ഇദ്ദേഹത്തിന്റെ വായയോട് അടുപ്പിച്ച് പിടിച്ചു. കാരണം പറയുന്ന കാര്യം ഇവിടെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ചെവി ഞാൻ അടുപ്പിച്ച് പിടിച്ചപ്പോ മരിക്കാൻ നേരത്ത് അൻബസ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു തന്റെ ശിഷ്യനോട്. പറഞ്ഞ വാചകം എന്തായിരുന്നു? മൻ ഹാഫള അലാ 12 റക്അഅ നാഫിലത്തുൻ ഗൈറ ഫരീദ, ഒരു ദിവസം ഒരാൾ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിർവഹിച്ചാൽ, അത് സ്ഥിരമാക്കിയാൽ, എല്ലാ ദിവസവും, എപ്പോഴെങ്കിലും എല്ലാ ദിവസവും ഒരാൾ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിർവഹിച്ചാൽ, ഫർദല്ലാത്ത റവാത്തിബ് സുന്നത്ത് 12 നിർവഹിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്ന് എന്റെ സഹോദരി ഉമ്മു ഹബീബ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മരിക്കാൻ നേരത്തെ അൻബസ റളിയല്ലാഹു തന്റെ ശിഷ്യനെ പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി പറഞ്ഞത് എന്റെ സഹോദരി ഉമ്മു ഹബീബയോടാണ്. ഉമ്മു ഹബീബ എന്നോട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹം പറയണം, ഈ ഹദീസ് എന്നോട് ഉമ്മു ഹബീബ പറഞ്ഞിട്ട് എന്റെ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇത് കേട്ടത് മുതൽ പിന്നീട് ഞാൻ ഈ സുന്നത്ത് ഒഴിവാക്കിയിട്ട് ഇത് സ്ഥിരം ചെയ്യാറുണ്ട് എന്ന് എന്റെ പെങ്ങൾ ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയാം, എന്റെ സഹോദരൻ ഈ ഹദീസ് കേട്ടത് മുതൽ ഇന്ന് വരെ ഞാൻ ഈ സുന്നത്ത് ഒഴിവാക്കിയിട്ടില്ല. ഈ
ഈ ഹദീസ് ധരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ അംബരനാശുവായാണ്. അംബസയിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് മുതൽ ആ സുന്നത്ത് പിന്നീട് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. സ്വഹാബികൾ അങ്ങനെയാണ്, ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്യും, അത് സ്ഥിരമായി ചെയ്യും. കർമ്മങ്ങൾ നമ്മൾ സ്ഥിരമാക്കണം സഹോദരന്മാരെ. അതിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ റവാത്തിബ് സുന്നത്തുകളൊക്കെ. 10 റക്അത്തുണ്ട്, 12 റക്അത്തുണ്ട്. 12 റക്അത്ത് എന്ന് പറഞ്ഞാൽ ദുഹറിന് മുമ്പ് 4 കണക്കാക്കിയാണ് 10 എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് സ്ഥിരമാക്കണം. അങ്ങനെ സ്ഥിരമാക്കി അവർക്ക് സ്വർഗത്തിൽ എന്താണ് സ്ഥിരം ചെയ്താലേ കിട്ടും, എന്തെങ്കിലും ചെയ്താൽ കിട്ടുമല്ലോ. 10 റക്അത്ത് 12 റക്അത്ത് സ്വർഗത്തിൽ വീണ്ടുണ്ട്. അത് സ്ഥിരം ചെയ്യുമ്പോഴേ അത് കണക്കുള്ളൂ. സ്ഥിരം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിൽ ഒരു പ്ലാനിങ്ങോ ഒരു തയ്യാറുവാ, കുറച്ച് നേരത്തെ നിർത്തി വരേണ്ടി വരും. അപ്പോൾ അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരി, ഇതൊക്കെ നമ്മൾ ചെയ്താൽ സ്വർഗത്തിൽ വീണ്ടുണ്ട്. അമരസ്വാലിഹാദികൾ നമ്മൾ അവസാനിപ്പിക്കാതെ തുടർത്തണം. റമദാൻ മാസം കഴിഞ്ഞാൽ അത് തുടർന്ന് ഈ അമരസ്വാലിഹാദിലാണ് നമുക്ക് രക്ഷയും സമാധാനം ഉണ്ടാവുക. ഖബറിലേക്ക് പോകേണ്ടവരാണ് നമ്മളൊക്കെ. ഖബറിൽ ആരുണ്ടാവുക? ആരും ഉണ്ടാവില്ല. ആരും ഉണ്ടാവില്ല. നമുക്ക് തുണയായിട്ട് ഖബറിൽ ഒരാളുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഏത് മഹലിലാണ്, ഏത് മഹലിൽ ആ ഖബർസ്ഥാൻ അല്ലെങ്കിൽ എവിടെയാണ് മരിക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾ മഹലിൽ പോലും ആകണമെന്നില്ല. എവിടെയാണ് നിങ്ങൾ മരിക്കുന്നത് അവിടെ നിങ്ങളെ വനമാടി ആ ഖബറിലെ ഒന്നാമത്തെ രാത്രി ഒന്ന് ആലോചിച്ചില്ല. ഒന്നാമത്തെ ദിവസം ആരുണ്ടാവും? ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊരു സുഹൃത്തുക്കളും കുടുംബക്കാരും വരെ തസ്ബീഹ് എല്ലാം കൈക്കൊള്ളുന്നുണ്ടാവില്ല. വേറെ ആലോചിച്ച് മരിക്കുകയാണെങ്കിൽ ആ ഖബറിൽ ഒന്നാമത്തെ രാത്രി നമ്മൾ ആ ഖബറിലേക്ക് വെച്ചിട്ട് തിരിച്ചു പോയപ്പോ നമ്മൾ മാത്രമേ ആ ഖബറിലുണ്ടാവുള്ളൂ, വേറെ ഒരാളുണ്ടാവില്ല. എത്ര സ്നേഹമുള്ള വാപ്പയാണ് നമ്മുടെ വാപ്പ, എത്ര സ്നേഹമുള്ള ഉമ്മയാണ് നമ്മുടെ ഉമ്മ, എത്ര സ്നേഹമുള്ള മക്കളാണ് നമ്മുടെ മക്കള്. പക്ഷേ 4, 5, 6 മക്കള് സ്നേഹമുള്ള മക്കളുണ്ടായിട്ട് ആ മക്കൾ ആരും നമ്മുടെ കൂടെ ഖബറിൽ കിടക്കാനുണ്ടാവില്ല. എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്, ഇവരെ വീട്ടിന്റെ ഉമ്മാനെ ഈ ഖബറിൽ ഒറ്റപ്പെട്ട് പോരാൻ കഴിയൂല എന്ന് പറയാൻ കഴിയൂല. തസ്ബീഹ് ചൊല്ലി കല്ല് വെച്ച് മണ്ണിട്ട് എത്ര നേരം നിൽക്കും നമ്മൾ? എത്ര നേരം നിൽക്കും? തസ്ബീഹ് കഴിയുന്നവരെ നമ്മൾ നിൽക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നിൽക്കില്ല. എത്ര സ്നേഹമുള്ള അമ്മയാണെങ്കിലും, എത്ര സ്നേഹമുള്ള സഹോദരനാണെങ്കിലും, എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിലും ആ സ്നേഹത്തിന്റെ പരിധിയൊക്കെ തസ്ബീഹ് കഴിഞ്ഞ് മണ്ണിട്ട് ആ കല്ല് വെച്ച് പിന്നെ തിരിച്ചു പോയി. എത്ര സ്നേഹമുള്ളവരാണ് മനുഷ്യൻ. പിന്നെ അവിടെ നിർത്തൂല. ആരുണ്ടാവില്ല ഖബറിന്റെ ഉള്ളിൽ. പള്ളിക്കാട്ടിലെ ഖബറിന്റെ ഉള്ളിൽ ഒരാളുണ്ടാവില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുമില്ലാത്ത ആ ഖബറിൽ നമ്മളെ ഒറ്റയ്ക്ക്, നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരെ ഒറ്റയ്ക്ക് ഖബറിലാക്കി മണ്ണിട്ട് തിരിച്ചു പോരുന്ന സമയമുണ്ടല്ലോ, നമ്മൾ ഒറ്റക്കാരുന്ന രാത്രി, ആ രാവ്, ആ സമയത്ത് നമ്മൾക്ക് കൂട്ടിന് ഒരാൾ ഖബറിലേക്ക് വരും. എന്തൊരാശ്വാസമാണ് ആ വാക്ക്, എന്തൊരാശ്വാസമാണ് ആ വാക്ക്. ഖബർസ്ഥാനിൽ ഓരോരുത്തരും ഓരോ ഖബറിൽ ഒറ്റക്കാണ്. ആ ഒറ്റയ്ക്കിരിക്കുന്ന ഖബറിൽ ആ രാവിലെ ആ രാത്രിയിൽ ഒരാൾ നമ്മൾക്ക് കൂട്ടിനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരാണ്? അത് മറ്റാരുമല്ല, ഒരു മനുഷ്യൻ വരും ആ ഖബറിലേക്ക്. മനുഷ്യരൂപത്തിൽ ഒരാൾ വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യരൂപത്തിൽ ഒരാൾ വരും. അതാരാണ്? ആ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഈ മനുഷ്യൻ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് പറയും, ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയുമോ? ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേ, ഒരാളുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോഴേ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയുമോ? അപ്പൊ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി പറയും, മാ അരിഫ്, എനിക്ക് നിങ്ങൾ അറിയില്ല. അപ്പൊ ഈ ആഗതനായ വന്ന മനുഷ്യന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാനാണ് നിങ്ങൾ മരിക്കുന്നത് വരെ ദുനിയാവിൽ നിങ്ങൾ സൽക്കർമ്മണ്ടല്ലോ, ആ സൽക്കർമ്മമാകുന്നു ഞാൻ. നമ്മുടെ അമൽ സ്വാലിഹാത്തൊക്കെ ഒരു മനുഷ്യരൂപത്തിൽ ഖബറിലേക്ക് വരും. നമുക്ക് തുണയായി, നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട്. ഖബറിൽ നമുക്ക് തുണക്കും സമാധാനിക്കാനും ആളും മുമ്പിനായ മനുഷ്യൻ അവൻ ചെയ്ത അമൽ സ്വാലിഹാത്തുകൾ ഉണ്ടാകും. നല്ല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചോളി. ഈ സൽക്കർമ്മങ്ങൾ സഹോദരന്മാരെ, സഹോദരികളെ, ഖബറിൽ മനുഷ്യരൂപത്തിൽ വന്ന് നമ്മളെ സമാധാനിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ കൂടെ ഞാനുണ്ട് ഖബറിൽ. ആർക്കുണ്ടാവുകയാണെങ്കിൽ ഈ അമലുകൾ വർദ്ധിപ്പിച്ചവർക്കുണ്ടാവുക, അമൽ സ്വാലിഹങ്ങൾ ചെയ്തവർക്കുണ്ടാവുക. അതുകൊണ്ടാണ് അമൽ സ്വാലിഹത്തുകൾ തുടർത്തണം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരലോകത്തിൽ
അമലസ്വാലിഹാത്തുകൾ ധാരാളം ചെയ്യുന്ന ആളുകൾക്ക് ഒരു മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ ഒരു ജൂതനായ പണ്ഡിതൻ കടന്നു വന്നിട്ട് ചോദിച്ച റസൂലിനോട് പറഞ്ഞു, അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. ഒരു മര്യാദയില്ലാത്ത ജൂതന്മാർ സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്നാ പറഞ്ഞത്. ഇത് കേട്ടപ്പോ പ്രവാചകന്റെ സ്വഹാബിയായ സൗബാൻ റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. അദ്ദേഹം ഈ വന്ന ജൂത പണ്ഡിതനെ പിടിച്ചൊരു തള്ളുതള്ളി. കാരണം ഞങ്ങളുടെ പ്രവാചകൻ ഒരു മര്യാദയുമില്ലാതെ ഇങ്ങനെ അഭിസംബോധന ചെയ്തവൻ എത്ര വ്യക്തിഗതവരാണ്, പിടിച്ചിട്ട് തള്ളി. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ തള്ളുന്നത്, എന്നോട് ഇതിനാ ദേഷ്യം പിടിക്കുന്നത്? അപ്പൊ സൗബാൻ പറഞ്ഞു, അലാ തഖുൽ യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ നബിയെ റസൂലുള്ളാഹി എന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് തള്ളിയത് ഒരു മാന്യതയില്ലാത്ത മര്യാദയില്ലാത്ത സംസാരം കൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. അപ്പൊ ഈ ജൂതൻ പറഞ്ഞു, മുഹമ്മദ് നബിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്, ഞാൻ അതാ വിളിച്ചത്, ഇതെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അവർ തമ്മിൽ പ്രശ്നമായി. റസൂൽ ഇടപെട്ട് റസൂൽ പറഞ്ഞു, പ്രശ്നമാക്കണ്ട സൗബാൻ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, എന്റെ പേര് മുഹമ്മദ് ആണല്ലോ, എന്റെ കുടുംബം എനിക്കിന്റെ പേര് അദ്ദേഹം വിളിച്ചോട്ടെ. റസൂലുള്ള സൗമ്യനാണ്, റസൂലിന് പ്രശ്നപ്പെടുന്നില്ല, അവിടെ അത് വിളിച്ചോട്ടെ. നിങ്ങൾ എന്തിനാ വന്നത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ചോദ്യം ഇതാണ്, നിങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ ഭൂമി അല്ലാതെ മാറ്റപ്പെടും, ആകാശം പൊട്ടിക്കുന്നതൊക്കെ പറഞ്ഞല്ലോ. ആ സമയത്ത് മനുഷ്യർ എവിടെയായിരിക്കും? ഇതാണ് എന്റെ ചോദ്യം പറഞ്ഞു. അതറിയാൻ വേണ്ടി വന്നത്. ഭൂമി പിളർന്നു പോകും, ആകാശം പൊട്ടിപ്പൊളിന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ മനുഷ്യർ എവിടെയായിരിക്കും? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ഹും ഫീ ദുലുമാതിൻ ദൂനൽ ജസർ, ആ സമയത്ത് മനുഷ്യർ ഇരുട്ടിലായിരിക്കും. സിറാത്തിന് തൊട്ടരികെ, സിറാത്തിന്റെ മുൻപ്, നമ്മൾ കിടക്കുന്ന സിറാത്തുണ്ടല്ല, പാലമുണ്ടല്ലോ, അതിന് മുൻപ് ജനങ്ങളെല്ലാം പരലോകത്ത് ഇരുട്ടിലായിരിക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ രക്ഷപ്പെടാൻ കണ്ട് കാഴ്ച ആകെ ഇരുട്ടിലാവും. അപ്പൊ ഇങ്ങനെ രക്ഷപ്പെടും ചോദിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കാറ്, ചില ആളുകൾ ചില കർമ്മങ്ങൾ ചെയ്ത ആളുകൾ അല്ലാഹു അവിടുന്ന് പ്രകാശം കൊടുക്കും. ആയിരുന്നു ചില ആളുകൾ അല്ലാഹു പ്രകാശം കൊടുക്കും. ആർക്കാണ് ആ പ്രകാശം? ബശ്ശിരിൽ മശ്ശാഈന ഫിൽ ദുലബി ഇലൽ മസ്ജിദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾ ഇരുട്ടി നിറയുന്ന സമയത്ത് സുബ്ഹി നമസ്കാരത്തിലും ഇശാ നമസ്കാരത്തിലും രാത്രിയിൽ പള്ളിയിൽ ജമാഅത്തിന് വന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ പ്രകാശം നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത റമദാനിൽ മാത്രം വന്ന് അവസാനിപ്പിക്കേണ്ട, ഇശാക്ക് റമദാനിൽ വന്നേ അത് നിർത്തേണ്ട, ശവ്വാൽ വന്നാൽ സുബഹിക്ക് റമദാനിൽ വന്നേ അത് അവസാനിപ്പിക്കേണ്ട, ശവ്വാൽ വന്നാൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജനങ്ങൾ ഇരുട്ടിൽ തപ്പുന്ന പരലോകത്ത് രണ്ട് നമസ്കാരങ്ങൾക്ക് നിങ്ങൾ ഇരുട്ടി നിറഞ്ഞ ആ സമയത്ത് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പരലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് പരിപൂർണ്ണ പ്രകാശം നൽകും. ആ പ്രകാശം നിങ്ങൾക്ക് സഞ്ചരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശുദ്ധ റമദാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ, അമലസ്വാലിഹാത്തുകൾ നമ്മൾ റമദാനിന് ശേഷവും തുടർന്ന് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കാണാൻ കഴിയുന്ന ചില ആളുകൾ അല്ലാഹുവിനെ കാണാൻ. ഒരാൾ ഇതുവരെ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. ഒരാൾക്ക് അതിനെ സാധിച്ചിട്ടില്ല. പരലോകത്തെ വിശ്വാസികൾ അല്ലാഹുവിനെ കാണാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ സൂചന കാണാൻ കഴിയും. പരലോകത്ത് അല്ലാഹുവിന്റെ മുഖം കാണാം. ആർക്കാ കാണാൻ കഴിയുന്നത്? അതെല്ലാവരും കാണാൻ കഴിയില്ല. അല്ലാഹുവിനെ കാണാൻ സൗഭാഗ്യം ലഭിക്കുന്ന ആളുകൾ ആരെന്നറിയുമോ നിങ്ങൾ? സുബഹി നമസ്കാരം സമയത്തിൽ നിർവഹിക്കുന്ന, ജമാഅത്തായി സമയത്തിൽ നിർവഹിക്കുന്ന വിശ്വാസികൾക്ക് പരലോകത്ത് അല്ലാഹുവിനെ കാണാമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നു. ആർക്കെങ്കിലും സുബഹി നമസ്കാരം അതിന്റെ സമയത്ത് ജമാഅത്തായി നിർവഹിക്കുന്നവർക്ക് അല്ലാഹുവിനെ കാണാം. ആ സമയത്ത് കടന്നുറങ്ങി വീട്ടിൽ നിന്ന് സൂര്യദീക്ഷ സമയം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് അതൊന്നും കിട്ടൂല. നമ്മളെ കൊണ്ട് കഴിയാനിട്ടൊന്നുമല്ല, കഴിയും. അത്താഴത്തിൽ 4 മണിക്കൂർ 3:30 എഴുന്നേറ്റ ആളുകളാണ് നമ്മൾ. അതെങ്ങനെ സാധിച്ചത്? മനസ്സിൽ വിചാരിക്കണം, നമുക്ക് തോന്നണം. എന്തു കഴിയുന്നവർക്ക് ഒരു മാസം നമ്മൾ ചെയ്തേ, പിന്നെ എന്ത് റമദാൻ വേണ്ടി ചെയ്യാൻ കഴിയാത്തത്? നമ്മളെ അലസന, നമ്മുടെ മടി, ശൈത്താൻ നമ്മളെ കീഴടക്കി. ഇത് നമ്മൾ ഇങ്ങനെ പുലർത്തി കഴിഞ്ഞാൽ പരലോകത്ത് അല്ലാഹു പറയാം, അല്ലാഹുവിന്റെ മുഖം കാണുന്നവർ ആരാ? അത് ഒരു വിഭാഗം ഇവരാണ്.
സുബഹി നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ. രണ്ടാമത്തെ നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ. അസ്ർ നമസ്കാരത്തിന് പ്രത്യേകത, അസ്റിന് പ്രത്യേകത. അസ്ർ പലപ്പോഴും പല ആളുകൾക്കും അസ്ർ നഷ്ടപ്പെടും. ജമാഅത്തിൽ പോലും പള്ളിയിൽ വരില്ല. ചിലപ്പോ അത് 6 മണി 6:30 പോയ ആളുകൾ, ചിലപ്പോൾ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. എന്താ? ജീവിതത്തിന്റെ ശുഭയിൽ ഏർപ്പെട്ടിട്ട് അസ്ർ പ്രത്യേകം ശ്രദ്ധിക്കണം റസൂൽ പറഞ്ഞു. ഈ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് റബ്ബിന്റെ വചനം കാണാമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ വിശദീകരിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, അമലുകൾ പ്രത്യേകം അവസാനിപ്പിക്കാതെ അത് പ്രത്യേകം നമ്മൾ തുടർത്തിക്കൊണ്ടുപോകണം. അല്ലാഹുവിന്റെ പ്രവാചക സഹാബിയാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാം, എന്റെ പ്രവാചകൻ ഖലീൽ എന്നോട് 3 ഉപദേശങ്ങൾ നൽകി. 3 ഉപദേശം അദ്ദേഹം പറയാം. ഔസാനി ഖലീലെ, എന്റെ ഖലീലിക്ക് 3 ഉപദേശങ്ങൾ നൽകി. ലാ അദഉന്ന ലാ ഫീ ഖദരിൻ വലാ ഫീ സഫർ ഹത്താ അമൂത്. മരിക്കുന്നത് വരെ യാത്രയിലാവട്ടെ, നാട്ടിൽ താമസിക്കുന്നവരാവട്ടെ, ആ 3 ഉപദേശം ഞാൻ പിന്നെ ഒഴിവാക്കിയിട്ടേ ഇല്ല, സ്ഥിരമായി ചെയ്തു. ആരാണ്? റസൂലുള്ളാഹിയുടെ സ്വഹാബി അബൂ ദർദാ പറയുന്നത്. ആ 3 ഉപദേശം പ്രത്യേകം ശ്രദ്ധിച്ചു. വസിയത്തായി റസൂലുള്ളാഹി. എന്താണ് 3 കാര്യങ്ങൾ? അദ്ദേഹം പറയണം, ആ 3 കാര്യത്തിൽ ഒന്ന് എന്നോട് പറഞ്ഞത് മാസത്തിൽ, അറബി മാസത്തിലെ 13, 14, 15 ദിവസം ആ 3 ദിവസത്തെ നോമ്പായിരുന്നു. അയ്യാമുൽ ബീദിലെ നോമ്പ്. എത്ര ആളുകൾക്കുണ്ട് സഹോദരന്മാരെ? ഞാനായി ആക്ഷേപിക്കുന്നല്ല. അയ്യാമുൽ ബീദിലെ ആ ഒരു നോമ്പുണ്ടല്ലോ മാസത്തിൽ, എല്ലാ മാസവും എടുക്കണമെന്നല്ല, മരിക്കുന്നതിന് മുൻപ് ഇടയ്ക്കൊക്കെ എടുത്തിട്ട് മരിച്ചാൽ അതൊരു ഈമാന്റെ അടയാളമാണ്. എത്ര കരുത്തുണ്ടാവും? നമ്മൾ മരിക്കാൻ നിൽക്കുന്ന അയ്യാമുൽ ബീദിൽ നോമ്പെടുത്ത് എത്ര ആൾക്കാരുണ്ടാവും? അതൊക്കെ ഒരു കുറവാണ്. ഒരു 10-50 കൊല്ലം ജീവിച്ചിട്ട് മാസത്തിൽ, എല്ലാ മാസവും അല്ല, മാസത്തിൽ എപ്പോഴും 12 മാസത്തിൽ എപ്പോഴെങ്കിലും ഒരു 3 ദിവസം ആ നോമ്പെടുക്കാൻ 19 കൊല്ലം അവർ അല്ലാതെ ഇത്രയും ആയുസും ആരോഗ്യം സമ്പത്തും കിട്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെന്തിനാ പറ്റുക? നമ്മൾ സ്വയം ആലോചിക്കുക. ഈ 3 ദിവസത്തെ നോമ്പ് പ്രത്യേക വസിയത്ത് ലഭിക്കുന്നതാണ്. ഇടയ്ക്കൊക്കെ അത് ശീലിക്കുക. എപ്പോഴും വേണം സുന്നത്തല്ല, ഇടയ്ക്കൊക്കെ ശീലിക്കുക. അതൊക്കെ നമ്മൾ മരിക്കാൻ നേരത്തെ ഈ വേദന അനുഭവിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന ഈ ദുനിയാവിന് വില പറയുന്നു എന്നൊക്കെ തോന്നുമ്പോഴേ നമ്മൾ ചെയ്ത ഈ സൽക്രമങ്ങളൊക്കെ നമുക്കൊരു ആശ്വാസമാണ്. അതല്ല, മക്കളെ വാക്കും ഭാര്യന്റെ വാക്കും ഭർത്താവിന്റെ വാക്കും ആ സമയത്ത് ഒരു ആശ്വാസം ഉണ്ടാവില്ല. ഈ മരണവേദന വരുമ്പോഴേ ആ എന്ത് പറഞ്ഞാലും ഒരു സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഇതുകൊണ്ടേ ഉണ്ടാവില്ല. അതിന് പ്രത്യേക ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് ദുഹാ നമസ്കാരം. 2 4 ആളൊക്കെ നമസ്കരിക്കും. ഒരു 2 റക്അത്ത് ദുഹാ നമസ്കാരം, അത് എന്നോട് റസൂൽ പ്രത്യേക ഉപദേശിച്ചു. ആ നിസ്കാരം ഞാൻ ഇതിനെ ഒഴിവാക്കിയില്ല. നിർവഹിക്കുക, കഴിയുന്ന സമയത്തൊക്കെ നിർവഹിക്കുക. ഇടയ്ക്കൊക്കെ നമ്മൾ സ്വയം അറിയിച്ചു, ഞാൻ എത്ര ദുഹാ നിസ്കരിച്ചു, എപ്പോഴെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടാവും. അത് ശ്രദ്ധിക്കാം. അദ്ദേഹത്തിന് മൂന്നാമത് നൽകിയ ഉപദേശം രാത്രി നമസ്കാരം. ഉറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഉറക്ക് എഴുന്നേറ്റിട്ട് ഒരു 3 റക്അത്ത് നിസ്കരിക്കാം. എല്ലാ ദിവസവും ശീലാക്കുക. കുറെ വേണ്ട, ചെറിയ സൂറത്തോടെ ഒരു നിസ്കാരം 3 നിർവഹിക്കും. ഇതൊക്കെ ഒരു മുൻപിന്റെ ഐഡന്റിറ്റിയാണ്. ഇതൊക്കെ നാളെ ഖബറിലുണ്ടാവും. ഞാൻ പറഞ്ഞു, ഖബറിൽ നമുക്കൊരു സമാധാനം ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഇങ്ങനെയുള്ള ഒരുപാട് സുന്നത്തുകൾ, അമല സ്വാലിഹാത്തുകൾ കഴിവിന്റെ പരമാവധി അത് തുടർത്തി അത് പ്രാവർത്തികമാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الواحد القهار العزيز الغفار وكبر الذي على النهار أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുക. സഹോദരന്മാരെ, സഹോദരികളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമല സ്വാലിഹാത്തുകൾ പുലർത്തുക. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട അമല സ്വാലിഹാത്താണ് ഈ ശവ്വാൽ 6 നോമ്പ് എന്നുള്ളത്. ശവ്വാൽ 6 നോമ്പെടുക്കാനുള്ള സമയം അവസാനിച്ചിട്ടില്ല. റമദാൻ മാസത്തിലെ 30 ദിവസത്തേക്കാൾക്ക് നോമ്പ് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നോമ്പ് ശവ്വാൽ 6 നോമ്പ്. ഈദുൽ ഫിത്ർ കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ച മുതൽ തുടർച്ചയായി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇന്നലെ അവസാനിച്ചു. ആ നോമ്പ് ശവ്വാൽ മാസത്തിൽ 6 ദിവസം എടുത്താൽ മതി.
തുടർച്ചയായിട്ട് എടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ എടുക്കാം. അല്ലാത്തവർക്ക് ഏതെങ്കിലും ആലസ്യം ഷവ്വാൽ കഴിയുന്നത് കുറയ്ക്കുക ഏതെങ്കിലും ആലസ്യം എടുക്കാൻ പറ്റും. തുടർച്ചയായിട്ട് എടുക്കാൻ, ഇടവിട്ടെടുക്കാൻ അത് പ്രധാനപ്പെട്ട നോമ്പാണ്. ഒരാഴ്ചയായിട്ടുള്ള ഷവ്വാൽ ആ നോമ്പ് തുടങ്ങാൻ ആളുകൾക്കാണെങ്കിൽ അത് തുടങ്ങും. ഷവ്വാൽ 6 നോമ്പെടുത്താൽ കാനൊക്കെ സുയാമിക്കല്ലേ ഒരു കൊല്ലത്ത് നോമ്പെടുത്ത കൂലിയാണ്. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് നോറ്റി പോയിട്ടുള്ള നോമ്പുണ്ടാവും. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മസലയാണ്. നോറ്റി പോയിട്ടുള്ള നോമ്പ് ആദ്യം വീട്ടണം. അതല്ല ഷവ്വാലിന് 6 നോമ്പെടുക്കാൻ പറ്റുമോ? അതൊരു ഖിലാഫിയായ മസലയാണ്, അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ് പണ്ഡിതന്മാർക്ക്. അതില് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് നോറ്റി പോയിട്ടുള്ള നോമ്പിന് അടുത്ത വർഷം വരെ സമയമാണ്. ഷവ്വാൽ 6 നോമ്പ് നോറ്റി പോയിട്ടുള്ള നോമ്പിന് മുൻപേ എടുക്കാം എന്നാണ് ജുംഹൂർ ഉലമായുടെ അഭിപ്രായം. കാരണം എന്താ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. രോഗികളോ യാത്രക്കാരാണെങ്കിൽ മറ്റുള്ള ദിവസം നോക്കിയാലും മതി. അതിന് അടുത്ത റമദാന്റെ മുൻപ് വരെ ഒരു കൊല്ലം സമയം. അത് അല്ലാഹു വെച്ച സമയമാണ്. ആ സമയത്തിനുള്ളിൽ വീട്ടിയാൽ മതി. 6 നോമ്പിന് ഈ ഒരു മാസ സമയമുണ്ട്. അപ്പൊ 6 നോമ്പിന് മുൻപ് നോമ്പ് നോക്കിയിട്ടുള്ളത് വീട്ടാമെന്നാണ് ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ ഇവരൊക്കെ അഭിപ്രായപ്പെട്ടു. ഇമാം അഹ്മദ് ഹംബലി മദ്ഹബുകാരും ഇമാം അഹ്മദ് ഒക്കെ അഭിപ്രായപ്പെട്ടത് അല്ല, നോമ്പ് വീട്ടാനുള്ള നോമ്പ് ആദ്യം വീട്ടണം. അത് അല്ലാഹുവിനുള്ള കടമാണ്. റമദാനിലെ 30 നോമ്പ് പൂർത്തിയാവണമെങ്കിൽ നോമ്പ് വീട്ടേണ്ട നോമ്പ് വീട്ടണ്ടേ? അപ്പൊ ആദ്യം അത് വീട്ടണം. അതിന് ശേഷമേ ഷവ്വാൽ 6 നോമ്പ് എടുക്കാൻ പറ്റൂ എന്നാണ് ഇമാം അഹ്മദ് ഹംബലിന്റെയും അഭിപ്രായം. ഖിലാഫിയായ വിഷയമാണ്. അതിൽ നമുക്ക് സ്ത്രീകൾക്കൊക്കെ ആ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നോമ്പ് നോക്കി വീട്ടാനുള്ള നോമ്പിന് മുൻപ് തന്നെ ഷവ്വാൽ 6 നോമ്പ് എടുക്കാൻ ഒരു കുഴപ്പമില്ല. അതിനുശേഷം നോക്കി വീട്ടാൻ നോമ്പ് നോക്കി വീട്ടും. കാരണം ആയിഷ ബീവി കാണാൻ കഴിയും. ആയിഷ ബീവി നോമ്പ് നോക്കി വീട്ടാനുള്ള നോമ്പ് വീട്ടിയിരുന്നത് അടുത്ത ഷഅബാനിലായിരുന്നു. അടുത്ത റമദാന്റെ തൊട്ട് മുമ്പത്തെ മാസം ഷഅബാനിലായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതിന്റെ അർത്ഥം എന്താണ്? ആയിഷ ബീവി സുന്നത്ത് നോമ്പ് നോക്കിയിട്ടില്ല എന്നല്ല. അതുകൊണ്ട് 2 രൂപത്തിലുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം? സുന്നത്ത് നോമ്പ് ആദ്യം എടുക്കാം, പിന്നെ വീട്ടുകയും ചെയ്യാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നോമ്പ് നമ്മൾ ഒഴിവാക്കാൻ പറ്റും, സുന്നത്ത് ഒഴിവാക്കാതിരിക്കുക. ഫറദ് വീട്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാം. ഈ ഒരാൾക്ക് സുന്നത്ത് നോമ്പിനേക്കാൾ നോമ്പ് നേരത്തെ വീട്ടാൻ കഴിയും, നല്ലതാണ്. അള്ളാഹുവിന്റെ കടയിൽ ഇപ്പൊ നേരത്തെ വീട്ട് പിന്നെ അങ്ങനെ ചെയ്യാം. അത് ഒഴിവാക്കാൻ. അതുകൊണ്ട് ആ സുന്നത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ രണ്ടാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പിന്നെ മദ്രസകളൊക്കെ തുറക്കുന്ന സമയമാണ്, വെക്കേഷനിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. മദ്രസ വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികൾ ദീനീ രംഗത്ത് തീരെ ഉണ്ടാവില്ല. അത് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്. ഈ പുതിയ കാലഘട്ടത്തിൽ മദ്രസയിൽ കിട്ടുന്ന അതുപോലുള്ള വിദ്യാഭ്യാസം മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് കൊടുത്താൽ അത്രയും ക്ലിയർ ആകുക. ഖുർആൻ ഓതാനും നമസ്കാരം പഠിപ്പിക്കാനും അതുപോലെ ഫിഖ്ഹി കാര്യങ്ങളും സൽസ്വഭാവമൊക്കെ ശരിക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു മേഖല ചെറുപ്പത്തിൽ മദ്രസ. ആ മദ്രസകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മദ്രസകൾ ഒഴിവാക്കിയിട്ട് കുട്ടിക്ക് ഇംഗ്ലീഷും മാത്സും സ്കൂളും മാത്രം മതി, ഇംഗ്ലീഷ് മീഡിയം മാത്രം മതി, മദ്രസ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ മക്കളും ഉണ്ടാവില്ല, പിന്നെ വാക്കുകളുടെ ഒന്നും ഉണ്ടാവില്ല. അപ്പത്തെ കാലൊക്കെ അങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ഗൗരവത്തിൽ എടുക്കണം. കുറച്ച് ഗൗരവത്തിൽ നമ്മൾ കൊടുക്കണം. എല്ലാ വിദ്യാഭ്യാസം കൊടുക്കണം നമ്മൾ. പക്ഷെ എന്താ മതം കൊടുക്കാതിരുന്നാലും പിന്നെ തീരെ ഉണ്ടാവില്ല. അള്ളാഹു ഇടപെടും. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളെ കഴിവാണ്, നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയത്, കുട്ടികളെ കിട്ടിയത്, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാൻ നല്ലതാണ്. നിങ്ങൾ ഇതിലേക്ക് തിരിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ മക്കൾക്ക് അസുഖം വരും, നിങ്ങൾക്ക് അസുഖം വരും, ഭാവി വഴി നിങ്ങൾ പരാജയപ്പെടും. അല്ലാതെ ദീന് വിട്ടിട്ട് ഇതിന് പിന്നാലെ പോയാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കാൻ പറ്റും. ചെറുപ്പത്തിൽ അല്ല തന്നെ ഈ അനുഗ്രഹം കണ്ടല്ലോ. അല്ലാതെ മാനത്തിൽ കുറച്ച് പഠിക്കാൻ കുറച്ചു കാലം മദ്രസ കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ അത് അമ്മക്കിന്റെ വലിയ വിനയായി മാറും. അതുകൊണ്ട് ഈ സമയം മക്കളൊക്കെ മദ്രസ ചേർക്കുന്ന സമയമാണ്. കഴിവിന്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? കുട്ടികൾ മദ്രസയിൽ പഠിപ്പിക്കുക. നമ്മുടെ ഇവിടെ മദ്രസ ഉണ്ട്. ഈ മദ്രസയിൽ 1 മുതൽ 9 വരെ മദ്രസ പഠിക്കും. നമ്മളെ ഈ പള്ളി കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ വീട്ടിലെ മക്കളുണ്ട്, കുട്ടികളുണ്ട്, അയൽവാസികൾ, അവരൊക്കെ സ്വീകരിക്കുക. കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം കിട്ടും. ഖുർആൻ ഓതാൻ പഠിക്കുക, നിസ്കരിക്കാൻ പഠിക്കുക. ഇത് പറഞ്ഞു നമ്മൾ അഖീദ ശരിയാണ്, തൗഹീദ് ശരിയാണ്, ഖുർആൻ പഠിക്കാം. ഇത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കില്ല. ഏത് വിദ്യാഭ്യാസം കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ പറഞ്ഞു കൊണ്ടുവരിക, അത് ശരിപ്പെടുത്തുക, മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുന്ന, സൽക്രമം ചെയ്യുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെയൊക്കെ വളർത്തുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. വളരെ പ്രയാസങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കുടുംബത്തിലും നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ കുടുംബത്തിലും നാട്ടിലുമുള്ള ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ രോഗത്തിന്റെ പ്രയാസം, രോഗത്തിന്റെ വേദന വല്ലാത്ത വേദന, കണ്ടു
നിൽക്കാൻ കഴിയണം. വേദനിക്കുന്നവന്റെ വേദന വേറെ, ഇത് നിൽക്കുന്ന കാണുന്നവന്റെ പ്രയാസം വേറെ. വല്ലാത്ത ഒരു അനുഭവമാണ്. ഈ ചില അസുഖങ്ങളൊക്കെ വല്ലാത്ത പ്രയാസമാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. രോഗം കൊണ്ട് കഷ്ടപ്പെട്ട് എല്ലാവർക്കും അള്ളാഹു സമാധാനവും ശാന്തിയും ശിഫയും നൽകുവാനാവട്ടെ. അള്ളാഹു അവർക്കെല്ലാവർക്കും ഖുദ്റത്തും ഇസ്സത്തും നൽകുവാനാവട്ടെ. അവിടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും സമാധാനം നൽകുവാനാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا على شر ما الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا رحمن.